ചെറിയൊരു വീട് വയ്ക്കുകയാണെങ്കിൽ ഈ 25 ലക്ഷം രൂപ മുടക്കി ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ പരമാവധി ഒരു 1000 രൂപയായിരിക്കും നമുക്ക് ഈ ചിലവ് കുറഞ്ഞ വില കുറഞ്ഞ പൈപ്പിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. കുമ്മായം കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കാതെ നമുക്ക് പൈപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. PVC പൈപ്പായാലും ഇലക്ട്രിക് കോൺഡ്യൂട്ട് ആയാലും. നമസ്കാരം. നമ്മുടെ ഏവരുടെയും സ്വപ്നങ്ങളിലൊന്നാണ് സ്വന്തമായൊരു വീട്. ആ വീട്ടിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ അനിവാര്യമാണ്. ബാൽക്കോയുടെ പ്രൊഡക്ട്സ് എങ്ങനെയാണ് ക്വാളിറ്റി നിലനിർത്തുന്നതെന്നും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന നിലയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് കൈവരിച്ചതെന്നും ബാൽക്കോയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുധീർ സാറിൽ നിന്ന് ചോദിച്ചറിയാം. നമസ്കാരം സർ. നമസ്കാരം. ഓക്കെ സർ, ബാൽക്കോ എന്ന ബ്രാൻഡ് തുടങ്ങിയതിലെ പ്രധാന ലക്ഷ്യം എന്താണ്? 1991 ഈ സോൾ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് എന്നുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ശരിക്ക് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ ഒരു സിക്ക് യൂണിറ്റ് എടുത്തിട്ടാണ് അത് ആരംഭിക്കുന്നത്. ആ സമയത്ത് കേരളത്തിൽ ISI മാർക്കുള്ള ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ്, അതായത് വയറിങ്ങിനും കോൺക്രീറ്റിനുള്ളിൽ ഉപയോഗിക്കുന്നതും അതുപോലെ എക്സ്റ്റേണൽ വയറിങ്ങിനുമുള്ള ISI മുദ്രയുള്ള കോൺഡ്യൂട്ട് പൈപ്പുകൾ, PVC കോൺഡ്യൂട്ട് പൈപ്പുകൾ കേരളത്തിൽ നിർമ്മിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് തുടങ്ങുന്നത്. അത് 91 അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ISI മുദ്രയുള്ള റിജിഡ് PVC ഇലക്ട്രിക്കൽ കോണ്ട്, അതായത് വയറിംഗ് പൈപ്പ് ആദ്യത്തായി മാറി ബാൽക്കോ. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. 95 നമ്മൾ സോൾ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി കൂടി തുടങ്ങി. അത് പ്രധാനമായിട്ടും വാട്ടർ പൈപ്പും ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് UPVC പൈപ്പ്, വാട്ടർ പൈപ്പും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിൻ്റെ പ്രൊഡക്ഷൻ എക്സ്പാൻഷൻ കൂടെയാണ് അതിൽ കൂടെ നടന്നത്. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്തും വാട്ടർ പൈപ്പ് തുടങ്ങുന്ന സമയത്ത് വളരെ ചുരുക്കം കമ്പനികൾക്ക് അന്ന് ISI മുദ്രയുള്ള വാട്ടർ പൈപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിൻ്റെയും വാട്ടർ പൈപ്പുകളുടെയും അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, ഡിമാൻഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. ബാൽക്കോ PVC പ്രൊഡക്ട്സ് എങ്ങനെയാണ് വിപണിയിൽ വ്യത്യസ്തമായി നിൽക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആദ്യത്തെ ISI മാർക്കുള്ള പ്രൊഡക്റ്റാണ് ബാൽക്കോ റിജിഡ് PVC ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്. ആ സമയത്ത് കേരളത്തിൽ അവൈലബിൾ ആയിരുന്നത് വളരെ നിലവാരം കുറഞ്ഞ, അതായത് ഇലക്ട്രിക്കൽ കോഡ് അനുസരിച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോളിത്തീൻ പൈപ്പുകളായിരുന്നു. ആ സമയത്താണ് നമ്മൾ ISI മുദ്രയുള്ള റിജിഡ് PVC ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് നിർമ്മാണം ആരംഭിക്കുന്നത്. ഈ പോളിത്തീൻ പൈപ്പുകളെന്ന് പറയുന്നത് വളരെ വിലക്കുറവാണ്. പക്ഷേ അതിന് ഒരുപാട് ഗുണകരമല്ലാത്ത രീതിയിൽ അത് കെട്ടിടങ്ങൾ പണിയുന്ന സമയത്ത് അതിൻ്റെ സേഫ്റ്റിയെ ഗുരുതരമായി ബാധിക്കുന്നതാണ്. കാരണം നമ്മൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഫയർ റെസിസ്റ്റൻസ്, അതായത് എന്തെങ്കിലും കറണ്ട് ലീക്കേജ്, ഇലക്ട്രിസിറ്റി ലീക്കേജ് വന്നു കഴിഞ്ഞാൽ തീ പിടിക്കാതിരിക്കണം. രണ്ടാമത്തത് ഇൻസുലേഷനാണ്, അതായത് ഷോക്കും മറ്റും ഉണ്ടാകാതിരിക്കാനായിട്ടാണ് കേബിളുകൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും റിജിഡ് PVC UPVC ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് തന്നെ ഉപയോഗിക്കണമെന്ന നിബന്ധനയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ നിബന്ധനയുണ്ട്. ഇതിനകത്ത് എത്ര വില കുറച്ചും ഈ സാധനം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കാരണം 2 കാര്യത്തിൽ ഇലക്ട്രിക് കോൺഡ്യൂട്ട് ആയാലും PVC പൈപ്പ് ആയാലും ഇതിൽ നമുക്ക് എത്ര വില കുറച്ച് ഉൽപ്പാദിപ്പിക്കണമല്ലോ അതനുസരിച്ച് കൂടുതൽ കുമ്മായം, കാൽഷ്യം കാർബണേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വില കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റിയെ, ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫയർ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഇൻസുലേഷനും ഗുരുതരമായി ബാധിക്കും. വാട്ടർ പൈപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ആയാലും വാട്ടർ പൈപ്പുകൾ ആയാലും ഒരിക്കൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കത് റീപ്ലേസ് ചെയ്യുന്ന ഒരു രീതി സാധ്യമല്ല. കാരണം പലതും ഇടിച്ചു പൊളിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ക്വാളിറ്റി ഐറ്റം ആയിരിക്കണം ഉപഭോക്താക്കളിൽ എത്തേണ്ടത് എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ബാൽക്കോ എന്നുള്ള ബ്രാൻഡിൽ ഞങ്ങളിത് ഉൽപ്പാദിപ്പിച്ചത്. ആ ക്വാളിറ്റിയിൽ ഇപ്പോഴും ഞങ്ങൾ 100% യാതൊരു കോംപ്രമൈസും ഇല്ലാതാണ് ഞങ്ങൾ ഇന്നും മാർക്കറ്റിൽ ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മുടെ ISI തുടർച്ചയായിട്ട്, ഞാൻ പറഞ്ഞല്ലോ 91 മുതൽ തുടർച്ചയായിട്ട് ISI മുദ്രയോടുകൂടിയുള്ള ഉൽപ്പന്നമാണ് മാർക്കറ്റിൽ ഞങ്ങൾ എത്തിക്കുന്നത്. ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിൽ ISI മുദ്രയില്ലാത്ത ഉൽപ്പാദനം ഞങ്ങൾ ചെയ്യുന്നതേ ഇല്ല. പൈപ്പ് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? 25 ലക്ഷം രൂപ മുടക്കി ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ ഒരു പരമാവധി ഒരു 1000 രൂപയായിരിക്കും നമുക്ക് ഈ ചിലവ് കുറഞ്ഞ
വില കുറഞ്ഞ പൈപ്പിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ അത് ഉണ്ടാക്കുന്ന ഒരു ദൂരകാല വിപത്തെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻസുലേഷൻ സംബന്ധിച്ചും ഇലക്ട്രിക് ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം. നമ്മൾ സേവ് ചെയ്യുന്നത് വെറും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1000 രൂപയായിരിക്കും, 25 ലക്ഷത്തിൽ 1000 രൂപയായിരിക്കും. അതുപോലെ തന്നെ വാട്ടർ പൈപ്പ്, വില കുറഞ്ഞ വാട്ടർ പൈപ്പുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 10,000 രൂപ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് ദൂരവ്യാപകമായിട്ടുള്ള വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ അവിടെ വീണ്ടും പിന്നെ താമസിക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. ഞങ്ങളുടെ കാര്യത്തിൽ ഇത് രണ്ട് കാര്യങ്ങൾ, അതായത് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ആയാലും വാട്ടർ പൈപ്പ് ആയാലും ഈ കാര്യത്തിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. കുമ്മായം, കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കാതെ നമുക്ക് പൈപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല, PVC പൈപ്പ് ആയാലും ഇലക്ട്രിക് കോൺഡ്യൂട്ട് ആയാലും. പക്ഷേ അത് വളരെ മിനിമം, അതായത് ISI സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പാസ്സാകുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡുകൾ പൂർണ്ണമായിട്ടും കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഉൽപ്പാദനം നടത്തുന്നത്. സർ, നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏതാണ് പ്രൊഡക്ഷൻ പ്രോസസ് ടൈമിൽ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ നേരത്തെ തന്നെ ഒരു ചെറിയ സൂചിപ്പിച്ചിരുന്നു. PVC പൈപ്പ് നമുക്ക് എത്ര വില കുറച്ച് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. കാരണം അതിന് ഈ കുമ്മായം, കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നതിന് കിലോയ്ക്ക് 15 രൂപയാണ് ഏറ്റവും നല്ല കാൽഷ്യം കാർബണേറ്റ്, അതായത് കുമ്മായത്തിന്. അതേസമയം PVC റെസിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് അടുത്ത് വരും കിലോയ്ക്ക്. അപ്പോൾ നമുക്ക് 25 കിലോ ബാഗിലാണ് PVC റെസിൻ വരുന്നത്. ആ 25 കിലോയോടൊപ്പം നമ്മൾ ഒരു ISI സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉണ്ടാക്കണമെങ്കിൽ 2-3 കിലോ കൂടുതൽ കുമ്മായം ചേർക്കാനായിട്ട് സാധിക്കില്ല. അതേ സ്ഥാനത്ത് 25 കിലോ തന്നെ കുമ്മായം ചേർത്ത് നമുക്ക് PVC പൈപ്പ് ഉണ്ടാക്കാം. അപ്പം ഏതാണ്ട് അതിൻ്റെ വില നേരെ പകുതിയായിട്ട് മാറും. അപ്പോൾ ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഓരോ ഷിഫ്റ്റിലും തുടർച്ചയായിട്ട് പൈപ്പുകൾ, വാട്ടർ പൈപ്പ് ആയാലും ഇലക്ട്രിക് കോൺഡ്യൂട്ട് ആയാലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ക്വാളിറ്റി വിഭാഗം പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറപ്പാക്കുന്നുണ്ട് ഒരു കാരണവശാലും മേൽപ്പറഞ്ഞ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും വരാതാണ് പൈപ്പുകൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ മെഷീനാണ് നമ്മൾ എടുക്കുന്നത്. എക്സ്ട്രൂഡർ എന്ന് പറയുന്ന PVC പൈപ്പ് എക്സ്ട്രൂഡറിൽ കൂടാണ്. അപ്പോൾ അതിനകത്ത് മെഷീൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ മാർക്കറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് അത് നമ്മൾ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യും. ബാൽക്കോയുടെ ഡീലർമാരുടെയും ഉപഭോക്താക്കളുടെയും വിശ്വാസം എങ്ങനെയാണ് സർ നിലനിർത്തുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളത് ഞങ്ങളുടെ ഡീലർമാർക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അതുപോലെ തന്നെ ഞങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രീഷ്യൻസിനും പ്ലംബേഴ്സിനും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് കമ്പനിക്ക് ആദ്യമായിട്ട്, അത് തെക്കേ ഇന്ത്യയിൽ ആദ്യത്തേതും അതുപോലെ തന്നെ ഇന്ത്യ ആകമാനം എടുക്കുമ്പോൾ ആദ്യത്തെ 6 കമ്പനികളിൽ ഒന്നാണ് സെഡ് ഗോൾഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന കമ്പനി. വളരെ ചുരുക്കം കമ്പനികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ സെഡ് ഗോൾഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ ഗോൾഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ കമ്പനികൾ ഉണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. 2015 നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഭാരതത്തിലുള്ള മൈക്രോ, സ്മോൾ, മീഡിയം സെക്ടറുകൾക്ക് വേണ്ടി അത് ലോകോത്തര നിലവാരം പുലർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെഡ് സർട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. അതായത് ലോകത്തുള്ള ഏറ്റവും നല്ല മാനുഫാക്ചറിങ് പ്രാക്ടീസസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെഡ് ഗോൾഡ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെഡ് സർട്ടിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഈ സെഡ് സർട്ടിഫിക്കേഷൻ 3 തരത്തിലാണ് സർട്ടിഫൈ ചെയ്യുന്നത്: സെഡ് ബ്രോൺസ്, സെഡ് സിൽവർ, സെഡ് ഗോൾഡ്. അതിൽ സെഡ് ഗോൾഡാണ് ഏറ്റവും അതിനകത്ത് ഹയസ്റ്റ് ലെവല്. അപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് തന്നെ, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 പാരാമീറ്ററുകൾ ഓരോന്നും അവർ വളരെ ശ്രദ്ധയോടുകൂടി ഓഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ബാങ്കിൻ്റെ ഇൻട്രസ്റ്റിനകത്ത് കുറവുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ISO സർട്ടിഫിക്കേഷൻ, മറ്റ് സർട്ടിഫിക്കേഷനുകൾ എടുക്കുന്ന സമയത്ത് അതിനെല്ലാം
ഗവൺമെൻറ്റിൻ്റെ ചില സബ്സിഡി രീതിയിൽ നമുക്ക് ചില ഗുണങ്ങൾ കിട്ടും. നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പം അത് പൂർണ്ണമായിട്ടും ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ഉപഭോക്താവിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക്, നമ്മുടെ പ്രകൃതിക്ക് ഒരു കാരണവശാലും ഒരു കുഴപ്പവും ഉണ്ടാക്കാത്തതായിരിക്കണം എന്നുള്ള ഉറപ്പ് വരുത്തുന്നതാണ് സെഡ് സർട്ടിഫിക്കേഷൻ. അതായത് സീറോ ഡിഫക്റ്റ് സീറോ ഇഫക്റ്റ് എന്നാണ്. അതായത് നമ്മുടെ ഉൽപ്പന്നം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ അത് പ്രകൃതിക്ക് മോശമാകുന്ന ഒരു കാര്യവും ഇതിൻ്റെ ഉൽപ്പാദനം കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം കൊണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഉണ്ടാകരുത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി ആണ് സെഡ് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ ഒരു അഭിമാനകരമായ കാര്യമാണ് ഈ തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ സെഡ് ഗോൾഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ കമ്പനി നമ്മുടെ സോൾട്ട് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അതുതന്നെ ഞങ്ങൾ എത്രമാത്രം ഇതിൻ്റെ ഗുണനിലവാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ നൽകുന്നത് നമ്മുടെ MSME സെക്ടറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലാർജ് സ്കെയിൽ സെക്ടറിനേക്കാളും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് MSME സെക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ വോക്കൽ ദ ലോക്കൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന MSME സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം MSME സെക്ടറുകളുടെ വളർച്ചയാണ് എപ്പോഴും ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ MSME സെക്ടറാണ് ഇപ്പോൾ എസ്പെഷ്യലി കേരളത്തിൽ നമുക്കറിയാം വൻകിട വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം സ്ഥലത്തിൻ്റെ പരിമിതി, പല കാരണങ്ങളുമുണ്ട്, പൊള്യൂഷൻ്റെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ MSME സെക്ടറിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപഭോക്താക്കൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയൊരു വേഗത കൂട്ടാനായിട്ട് ഉപകരിക്കും. സെഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ കമ്പനി എന്ന നിലയിൽ പബ്ലിക്കിനോട് സാറിന് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, കേരളത്തിൽ MSME സെക്ടറിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ MSME സെക്ടറുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ സെക്ടറുകളും അതുപോലെ തന്നെ പബ്ലിക്കിനും ഈ സെഡ് സർട്ടിഫിക്കേഷനെ കുറിച്ച് എത്രമാത്രം അവരിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇത് MSME സംരംഭങ്ങൾ നടത്തുന്ന സംരംഭകരോട് എനിക്ക് പറയാനുള്ളത്, എത്രയും വേഗത്തിൽ തന്നെ അവർ MSME സെഡ് സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. കാരണം അതൊരു വലിയൊരു അംഗീകാരമാണ്. അതുകൊണ്ട് പല നേട്ടങ്ങളും ഈ സെഡ് സർട്ടിഫിക്കേഷൻ കൊണ്ട് നമുക്കുണ്ടാവും. ഉദാഹരണത്തിന് ബാങ്കിൻ്റെ പലിശയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പല കാര്യങ്ങൾ, വിദേശത്ത് എക്സിബിഷനുകളിൽ പങ്കെടുക്കാനായിട്ട് ഇതിൻ്റെ സർട്ടിഫിക്കേഷന് വലിയൊരു മൂല്യമുണ്ടാകും. അതുകൂടാതെ തന്നെ ഇനി ഗവൺമെൻറ് പറയുന്നത് നമ്മുടെ എക്സ്പോർട്ടുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ സെഡ് സർട്ടിഫിക്കേഷൻ ആകും. കാരണം ഗവൺമെൻറ് ഒരുപാട് ഇനിഷ്യേറ്റീവുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ MSMEയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിദേശത്തേക്ക് അല്ലെങ്കിൽ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിനൊരു വളരെ പ്രധാനപ്പെട്ട റോളായിരിക്കും ഭാവിയിൽ സെഡ് സർട്ടിഫിക്കേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും MSME സെക്ടറിൽപ്പെട്ട നമ്മുടെ സംരംഭകർ എല്ലാവരും തന്നെ ഈ സെഡ് സർട്ടിഫിക്കേഷന് വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, ഉപഭോക്താക്കൾക്ക് ആ സെഡ് സർട്ടിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ സെഡ് ഗോൾഡ് സർട്ടിഫിക്കേഷൻ ഉള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് ഏറ്റവും വലിയ വിശ്വാസ്യതയോടുകൂടി തന്നെ അവർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറുകളാണ് ഈ സെഡ് ഗോൾഡ് സർട്ടിഫിക്കേഷന് വേണ്ടി നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 20 പാരാമീറ്ററുകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അവർക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ഈ സെഡ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെഡ് ഗോൾഡ് സർട്ടിഫിക്കേഷനുള്ള കമ്പനിയുടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്ക് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി അത് വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഓരോ ഉൽപ്പന്നങ്ങളും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കും. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.